ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗ്സിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മളൊരു കുമിൾ റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അതായത് മഷ്റൂം റോസ്റ്റ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മഷ്റൂം അല്ല, അല്ലാതെ മഴയും ഇടിമുഴക്കവും ഒക്കെ ഉള്ള സമയത്ത് പിറ്റേ ദിവസം നമുക്ക് പറമ്പിലൊക്കെ എല്ലായിടത്തും ഒന്നും ഈ കുമിൾ ഇങ്ങനെ കിളിർത്ത് വരികയില്ല. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കിളിർത്ത് വരും. അതായത് നല്ല ശുദ്ധമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണിത് ഉണ്ടാകുക എന്നാണ് പറയുന്നത്. അതിനെ പറ്റിയൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. അങ്ങനെയാണ് അമ്മ പറഞ്ഞു കേൾക്കുന്നത്. അമ്മയാണ് തയ്യാറാക്കുന്നത്. ഇന്ന് ഞാനല്ല കുക്ക് ചെയ്യുന്നത്. അമ്മയുടെ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് അമ്മ മഷ്റൂം റോസ്റ്റ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഇന്ന് അമ്മയെ കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കിക്കുന്നത്. നോക്കൂ, എല്ലാം വൃത്തിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ചീനിച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് അല്പം കടുകും പെരുംജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. നമ്മൾ പേസ്റ്റ് അല്ല ചേർക്കുന്നത്, ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ ഇത്രയൊന്നും മഷ്റൂം ഇങ്ങനെ റോസ്റ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. അതൊക്കെ അമ്മയുടെ പ്രിപ്പറേഷനാണ്. ഏറ്റവും ടേസ്റ്റ് അതിനാണ്. ഞാൻ ചെയ്യാറില്ല എന്നല്ല, ചെയ്യും. പക്ഷെ എന്നാലും അമ്മ ചെയ്യുന്ന അത്ര ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുകയില്ല. തന്നെയല്ല, ഞാൻ നാട്ടിലിങ്ങനെ കിളിർത്ത് വന്ന കുമിൾ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ സലാലയിലായിരുന്ന സമയത്ത് അവിടുന്ന് വാങ്ങിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കുക്ക് ചെയ്തതും അമ്മ കുക്ക് ചെയ്യുന്നതും രണ്ടും രീതിയിലാണ്. അപ്പോൾ അമ്മയുടെ കുക്കിങ് നമുക്കിതൊന്ന് കാണാം. നോക്കാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതഞ്ഞ് വന്നത് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പെരുംജീരകം ഒരു നുള്ളു പെരുംജീരകവും അര സ്പൂൺ കടുകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മഷ്റൂം വെള്ളത്തിലിട്ട് അതിനകത്തിലുള്ള ചൂടുവെള്ളവും അതുപോലെ മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ട് അതിലേക്ക് മുക്കി വെച്ച് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചുവന്നുള്ളി മാത്രമാണ് ഇതിന് ചേർക്കുന്നത്. ആ ചുവന്നുള്ളി ഒരു 250 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. അത് ഇനി ഒന്ന് വാടുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. രാത്രിയിലാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ടായിരിക്കും ഒരു ലൈറ്റിങ്ങിന് എന്തോ ഒരു പ്രോബ്ലം പോലെ. ഇനി നമ്മുടെ ചുവന്നുള്ളി എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതൊന്ന് ആദ്യം ഇടേണ്ടതായിരുന്നു, അതങ്ങ് മറന്നുപോയി. പിന്നെ എന്നോട് പറഞ്ഞ മോളെ, നമ്മൾ തേങ്ങാക്കൊത്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ആ ഉള്ളിയെല്ലാം 4 സൈഡിലോട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് അത് നടുക്ക് വെളിച്ചെണ്ണ ഉണ്ട്, അതിലേക്ക് നമ്മൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അമ്മ അതെല്ലാം ഒന്ന് കൂട്ടി വീണ്ടും മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന നല്ല ചെറുതായിട്ട് പീസാക്കി വെച്ചിരുന്ന ആ മഷ്റൂം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുഞ്ഞു മഷ്റൂമായിരുന്നു കിട്ടിയത്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ ആ ചുവന്നുള്ളിയൊക്കെ വാട്ടിയതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചുവന്നുള്ളി. ഇനി നമ്മൾ ഇതിലേക്ക് ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
അതുപോലെ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ അത് സ്പാമായി പോവും. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം, ഒന്നും മറന്നു പോകരുത്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് അതിലേക്ക് അല്പം പൊടി ചേർത്തിട്ടാണ് അടച്ചു വെച്ച് കൊടുത്തത്. എന്നിട്ട് അതൊരു 2 മിനിറ്റ് അങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ വീണ്ടും തുറന്ന് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇന്നലെ കുറച്ച് പൊടി അടിച്ചിട്ടാണെന്ന് തോന്നുന്നു മൂക്കൊക്കെ അടഞ്ഞിട്ട് എന്തോ ഒരു പ്രശ്നം. നാട്ടിൽ വന്നതിന് ശേഷം എന്നും ഇത് തന്നെ, ഒച്ചയടപ്പ്, സൈനസിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് പൊടി അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴും പ്രശ്നമാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതങ്ങനെ അങ്ങ് ഒരുപാട് സമയം നമ്മൾ മൂടി വെച്ചിരുന്ന് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് മൂടി വെച്ചത് വേവിച്ചെടുക്കുക, അതാ പറഞ്ഞാൽ അന്നേരം അത് കുഴഞ്ഞു പോവും, അന്നേരം ശരിയാവില്ല. ഇത് ഒരു 1.5 സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ ചേർത്തു. പിന്നെ ഗരം മസാല ഒരു 1/2 സ്പൂൺ, അല്ല ഒരു 3/4 സ്പൂണോളം. പിന്നെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി അതിലേക്ക് തട്ടിയിട്ടിട്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ പച്ചമണം വരുന്നിടം വരെ അതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് കറിവേപ്പില ഇട്ടത് പറയാൻ പറ്റിയില്ല, അതും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന്, ഇനി ഇതിൽ നിന്ന് ആ കുമ്പിളിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ട് ഇത് എല്ലാം റെഡി ആയിക്കോളും. കറിവേപ്പില നേരത്തെ ഇട്ടോ, ഇപ്പോഴും കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാടൻ മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു, പുതിയൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.